പാൻ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഇൻകം ടാക്സിന്റെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ റിഫ്ലക്ട് ആവുന്നതാണ്. എന്നാൽ ഈ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് വെറുതെ കാണാൻ മാത്രമുള്ളതല്ല, അതിൽ നമുക്ക് ഫീഡ്ബാക്കും കൊടുക്കാം. അപ്പൊ എന്ത് തരത്തിലുള്ള ഫീഡ്ബാക്ക് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഇനി ഈ ഇൻഫർമേഷന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, അതായത് ഇത് നീ ഈ വർഷമായിട്ട് റിലേറ്റ് ചെയ്തതല്ല, അതല്ലെങ്കിൽ ഇത് നമ്മുടെ പാനുമായിട്ട് റിലേറ്റ് ചെയ്തതല്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ ഇൻഫർമേഷൻ കംപ്ലീറ്റ്ലി നമ്മുടേതല്ല, നമ്മൾ ഈ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡിനൈ ചെയ്യുന്നെങ്കിൽ ഇൻഫർമേഷൻ ഈസ് ഡിനൈഡ് എന്ന് നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ചില കേസിൽ ട്രാൻസാക്ഷൻസ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സെയിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ട്രാൻസാക്ഷനിൽ TDS കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ TDS ഡേറ്റ ഈ AAC റിഫ്ലക്ട് ആവുന്നതാണ്. അതുപോലെ തന്നെ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഒരുപക്ഷെ ആ ഒരു ഇൻഫർമേഷൻ റിപ്പോർട്ട് ആവുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് 2 തവണ റിപ്പോർട്ട് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളിടത്ത് ഇൻഫർമേഷൻ ഈസ് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ കൊടുത്തില്ലെങ്കിലത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് അവോയ്ഡ് ചെയ്ത് ഒരു തവണ മാത്രം എടുത്തായിരിക്കും ഫയൽ ചെയ്യുന്നത്. എന്നാൽ AIS ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിടക്കുമ്പോൾ അത് നമുക്ക് മിസ്മാച്ച് ആയിട്ട് ഡബിൾ ആയിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കേസിലും AIS ഫീഡ്ബാക്ക് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഇത്തരം കേസുകളിൽ നമ്മൾ AIS ഫീഡ്ബാക്ക് കൊടുത്തിടുന്നത് വളരെ നല്ലതായിരിക്കും.